ജെയ്സ് ഓഫായി പോയെന്ന് പറയുന്നത് പിന്നെ ജോസാപ്പിന് എന്താ പറയുക കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇത് ബേസിക്കലി ജോസാപ്പി ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മമ്മിയുണ്ട്. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കില്ല, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പഴവങ്ങാടി പള്ളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 26-ാം തീയതിയാണ്. 25-ാം തീയതിയാണുള്ള ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം 25-ാം തീയതി നടക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ തിരക്കാണ്. ഈ തിരക്കൊന്ന് കുറയട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ബ്രിഞ്ചാൽ ഗുൽഗുൽ ഗുലാബി. ഇതൊരു മുഗൾ, അഫ്ഗാൻ, ഹിന്ദുസ്ഥാനി, രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക എന്ന് വെച്ചിട്ട് ഞങ്ങൾ 26-ാം തീയതിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും മമ്മിയും ജെയ്സാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പഴവങ്ങാടി പള്ളി മൊത്തത്തിൽ ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. എന്താ പറയുക, ക്രിസ്മസിൻ്റെ വൈബൊന്നും പോയിട്ടില്ല അല്ലേ സാർ? അതെ, ക്രിസ്മസിൻ്റെ വൈബ് മിക്കവാറും 1-ാം തീയതി അല്ലേ, ന്യൂ ഇയർ വരെ കാണും. ന്യൂ ഇയർ വരെ ഉണ്ട് അല്ലേ മമ്മി? അങ്ങനെയല്ലേ? 1-ാം തീയതി വരെ എന്തായാലും കാണാം. അപ്പോൾ നമ്മൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ തിരക്കും ബഹളമാണ് നമുക്കെല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇന്നിപ്പം ഇച്ചിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 26-ാം തീയതി വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്ക് ഗൈസ്, നമ്മുടെ പള്ളി നോക്ക്, അടിപൊളി പള്ളി അലങ്കരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ നമുക്ക് നമ്മുടെ പുൽക്കൂട് കാണാൻ പോകണം. ഇവിടുത്തെ ഹൈലൈറ്റ് എപ്പോഴും നമ്മൾ ഇതിന് മുമ്പ് കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഈസെ? അതെ. അപ്പോൾ അന്നത്തെ പുൽക്കൂട്, അപ്പോൾ ഓരോ വർഷവും ഇവിടെ വെറൈറ്റി പുൽക്കൂടുകളാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ പുൽക്കൂട് നമുക്ക് ഈ പള്ളിയുടെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് പുൽക്കൂട്ടിലേക്ക് പോവാം അല്ലേ? എന്തെങ്കിലും പറയണോ? ജെയ്സിന് എന്തോ പറയാനുണ്ട്. ഇങ്ങോട്ട് ആ ജെയ്സ, ഈ വർഷത്തെ ക്രിസ്മസിനെ പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത്? ക്രിസ്മസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്മസ് ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും അല്ലേ, നീ ക്രിസ്മസ് പിറവിയുടെ ആഘോഷമാണ് അല്ലേ? അതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നോ? ക്രിസ്മസ് അടിച്ചു പൊളിച്ച്. പിന്നെ ജോസാപ്പിന് എന്താ പറയുക കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇത് സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട്. ജെയ്സ് ഓഫായി പോയെന്ന് പറയുന്നത് ബേസിക്കലി ജോസാപ്പിയാണ് വെള്ളമടിച്ച് ഓഫായത്. ഞാൻ ഓഫായിട്ടില്ല, എന്നാലും അടിപൊളിയായിരുന്നു. എടാ, അതൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. എൻജോയ് ചെയ്ത് കൂടിപ്പോയി. ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളൊന്ന് ഓഫായി പോകും. അത് ഓഫായി പോകും അല്ലേ? അങ്ങനെ ക്രിസ്മസിൻ്റെ അന്ന് തലേന്ന് ചെറുതായിട്ട് ഓഫായിരുന്നു ജോസാപ്പി. അതുകൊണ്ട് അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് ഒന്നുകൂടെ എടുത്ത് വേണം കാണിക്കണം. മമ്മിക്ക് എന്തോ പറയാനുള്ളൂ ഈ വർഷത്തെ? ഈ വർഷം മദ്യം വിറ്റത് 300 എത്ര കോടിയാണ്? 333 കോടി രൂപ കേരളത്തിൽ മദ്യം വിറ്റ് സർക്കാർ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. എന്താ അമ്മയുടെ അഭിപ്രായം? എനിക്ക് അതിനോട് ഒരു അഭിപ്രായവും ഇല്ല. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾക്കെതിരാണ്. എന്തേ നിങ്ങളെ പിടിച്ച് കടിച്ച ഇത് പിടിച്ച് കടിച്ച എനിക്ക് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് എനിക്കേ അറിയുള്ളൂ, എനിക്ക് ദൈവത്തിന് അറിയാവുള്ളൂ. പക്ഷെ അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണ്ടേ? അല്ലേ സാർ? അതെ, ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം അടിക്കണ്ടേ? മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടൊക്കെ എന്ത് സന്തോഷിക്കാൻ, എൻജോയ് ചെയ്യാനും. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടൊന്നും അല്ല, നമ്മള് എൻജോയ് ചെയ്താൽ മതി, നമ്മൾ അലമ്പുണ്ടാക്കണ്ട അല്ലേ? അതെ അതെ. വെള്ളം അടിച്ച് ഏണി വെക്കരുത്, ഏണി വെക്കുമ്പോഴേ പ്രശ്നം ഉണ്ടാകുന്നു. ഞങ്ങൾ പള്ളിയുടെ കുറച്ച് അപ്പൊ നമ്മള് കാര്യത്തിൽ നിന്ന് തെന്നി പോകുന്നു. അപ്പൊ നമുക്ക് നേരെ പള്ളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ സാർ? അത്ര
പിന്നെ അവിടെ കണ്ടില്ല കഴിച്ച് കുരിശിൻ്റെ വഴിയുടെ ഓരോ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പല പല സ്ഥലങ്ങളില്ലേ ഒന്ന് ഇങ്ങനെ. കണ്ടില്ല ഓരോരോ സ്ഥലങ്ങളാണ് കൈസ് കുരിശിൻ്റെ വഴിയുടെ. നല്ല രസം ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ. ഒരു പ്രത്യേക ഒരു വൈബാണ്. വൈബല്ല, ഒരു പ്രത്യേക ഒരു മനസ്സൊക്കെ ഒന്ന് എന്താ പറയുക കൂളാവും, ഒന്ന് ശാന്തമാവും, അടിപൊളിയാണ്. കണ്ടില്ലേ ലൈറ്റിങ്ങും കാര്യങ്ങളും പക്കയാണ്. കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ അടിപൊളിയാണ് വൈബ്. പള്ളി ചുറ്റിക്കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉണ്ട്, അതുകൊണ്ട് ചുറ്റിക്കാണിക്കുകയാണെങ്കിൽ കാണിക്കാം, കുഴപ്പമില്ല അല്ലേ. പിന്നെ ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കണ്ടോ, വൈകി കിണറാണ്. കിണർ പിന്നെ സ്കൂളാണ് ഗൈസ്, കാർമൽ സ്കൂൾ. നൈറ്റ് അടിപൊളി ഇവിടെ വന്ന് നൈസാണ്. കണ്ടില്ലേ മരങ്ങൾ, ലൈറ്റ്. ക്രിസ്മസ് അടിപൊളി ഇവിടെ നൈറ്റ് വരാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ ഗൈസ്, നോക്കി ഞാൻ പുറത്തേക്ക് ചുറ്റി കാണിക്കുകയാണ്. കണ്ടിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, പുറത്തൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കണ്ടില്ലേ സ്റ്റാറൊക്കെ ഇട്ട്. അടിപൊളിയാണ് ഗൈസ് പള്ളി, കണ്ടില്ലേ. പുൽക്കൂടാണ്, പുൽക്കൂടുണ്ട്. പുൽക്കൂട് കാണിച്ചു തരാം. പുൽക്കൂട് നൈസാണ്. ഇതാണ് ഗൈസ് പുതിയ പുൽക്കൂട്, ഒരു വള്ളത്തിൻ്റെ ഇതിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
കഴിഞ്ഞ വർഷം ഒരു വള്ളം, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഒരു വള്ളമല്ലായിരുന്നു, വഞ്ചിയായിരുന്നു. ഈ വർഷം എനിക്ക് തോന്നുന്നു ഇത് ഹൗസ് ബോട്ടിന്റെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നല്ലേ? ഇത് ഹൗസ് ബോട്ട് കുട്ടനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഹൗസ് ബോട്ടിനകത്ത് ഇപ്രാവശ്യം ഒരു പുൽക്കൂട് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടാണ്. നോക്കണം, കാണിച്ചായിരുന്നു? കാണിച്ചു. അടിപൊളിയല്ലേ? അടിപൊളി. ഇനി എന്താ പറയാ, എങ്ങനെയുണ്ട് നമ്മുടെ ഞങ്ങളുടെ പഴവങ്ങാടി പള്ളി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലേ? അതെ, അടിപൊളിയല്ലേ? അടിപൊളിയല്ലേടാ? പിന്നല്ലാതെ ഇവിടെ നമ്മുടെ ഒരു പഴവങ്ങാടി പള്ളിയിൽ തന്നെയാണ് കാർമൽ സ്കൂൾ. അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. കാർമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഈ പള്ളിയുടെ സ്കൂളാണ്. JC സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ഞാൻ അവിടെ കലൂര്. നീ സർക്കാർ സ്കൂളിലാണ് പഠിച്ചതല്ലേ? അതെ. ഇവിടെ പഠിക്കാൻ പറ്റില്ല, നമ്മൾ അവിടെ അല്ലായിരുന്നു, അങ്ങോട്ട് മാറിയില്ലേ. മമ്മി അവിടെ പഠിച്ചത്? മമ്മി എങ്ങനെയുണ്ട് ഈ വർഷത്തെ പള്ളിയിലെ? മമ്മി ഈ സ്കൂളിലാണോ പഠിച്ചത്? കാർമൽ സ്കൂൾ. മമ്മി പള്ളിയുടെ അലങ്കാരവും ഈ പുൽക്കൂടെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെടാം? പക്ഷേ എല്ലാ വർഷവും അവർ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അതെ. ഇവിടെയൊക്കെ കണ്ടില്ലേ ഒരു മലയുടെ മേളിലൊരു മാതാവ്. ഇവിടെ വരുമ്പോൾ ഒരു വൈബാണ് അല്ലേ സാർ? അതെ, മാതാവ് പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ പുൽക്കൂട് കൊള്ളാല്ലേ? ഇത് സ്വർണത്തിൽ ഇത് ചെയ്തിരിക്കുന്ന ഇതാണ്. അതെ, ഈ കൊടിമരം സ്വർണ്ണമാണെന്ന് തോന്നുന്നു. സ്വർണ്ണമാണോ? സ്വർണ്ണം പൂശിയിട്ടുണ്ട്. സ്വർണ്ണം പൂശിയിട്ടുണ്ട്. പൂശിയിട്ടുണ്ടെങ്കിൽ അടിച്ചോണ്ട് പോരും ആൾക്കാർ. ഇല്ല അടിച്ചോണ്ട് പോവുക? ഇല്ലടാ. അപ്പോൾ ഗൈസ്, എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പഴവങ്ങാടി പള്ളിയിൽ ഈ വർഷത്തെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് മുല്ലക്കൽ ചെറപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 25-ാം തീയതി ആയിരുന്നു അല്ലേ? അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ പള്ളിയിലെ പഴവങ്ങാടി പള്ളിയിൽ ഈ വർഷത്തെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി മുല്ലക്കൽ ചെറപ്പിനും കൂടി ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവിടെ ചെറപ്പല്ല, നമുക്ക് ബീച്ച് ഫസ്റ്റ് പോകാം. ചെറപ്പിന് ഭയങ്കര തിരക്കായിരിക്കും. അമ്മച്ചീനെ കൊണ്ടുപോകുന്ന കുറച്ച് ടാസ്ക്. അവിടെ അലമ്പ നമ്മൾ കാണിച്ചിട്ടുള്ളതല്ലേ വീഡിയോയിൽ. നോക്കട്ടെ, നമ്മൾ പറ്റുമെങ്കിൽ പോകും. അതെ, ഇനി നമുക്ക് മുല്ലക്കൽ ചെറപ്പിലെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. എന്താണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് നോക്കാം. ഈ വർഷം വെറൈറ്റി സാധനം ഉണ്ടാകും. ചെറപ്പിന് പോകാൻ പറ്റില്ല, നമ്മൾ ബീച്ച് ഫസ്റ്റ് കാണിക്കുന്നതായിരിക്കും. പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ വർഷവും എന്താണ് ചെറപ്പെന്ന് പറയുമ്പം എല്ലാ വർഷവും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ആൾക്കാരിങ്ങനെ ഇറങ്ങി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ട് വിട്ടും മുല്ലക്കൽ തെരുവിലൂടെ അങ്ങോട്ട് വിട്ടും തേരാപ്പാര നടക്കുന്നു. അതാണ് ചെറപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് വെറൈറ്റി കടകളും എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുതുതായിട്ട് വരും. അത് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. പിന്നെ കാർണിവൽ, അത് മുല്ലക്കൽ ചെറപ്പിനും ഉണ്ട്, അങ്ങ് ബീച്ച് ബസ്സിലും ഉണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അത് വലിയ പുതുമകളൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മുടെ പഴവങ്ങാടി പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരപ്പെട്ട പള്ളിയല്ലേ. ഇത് മേളിലേക്ക് നോക്കുക ഗൈസ്. മറ്റേ സോളാർ കൊണ്ട് ഷെഡ് പണിതിരിക്കുന്നു. കാർപോർട്സ്. അതെ, ഇത് രണ്ട് സൈഡിലുണ്ട്. കണ്ടത് കൊള്ളാം. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇനി മുല്ലക്കൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഏറ്റവും പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ, അവസാനത്തെ വീഡിയോയിൽ, ഞാൻ നമ്മുടെ സിനിമ കാണാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ കാർ കൊണ്ട് ഇടുന്ന ഒരു ടാസ്ക് ഭയങ്കരമാണ്. അതെ, ഇവിടെ ഒന്ന് ഇടാൻ പറ്റുമെന്ന് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനൊക്കെ ചോദിച്ചാൽ പുള്ളിയോട് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞു പള്ളി. നമ്മൾ നേരെ ഇനി അല്ലെങ്കിൽ നമുക്കൊന്ന് മുല്ലക്കൽ കൂടി ഒന്ന് കറങ്ങി വെച്ചൊക്കെ ബീച്ചിലോട്ട് പോകുമായിരുന്നു. ഇതിപ്പം ഇവിടെ വണ്ടി ഇടാൻ പറ്റിയെങ്കിൽ ഞങ്ങൾ മുല്ലക്കൽ ഇറങ്ങും, അല്ലെങ്കിൽ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. റോസാമിനെ പോലെ തന്നെ ഭയങ്കര ബ്ലോക്കാണ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു ബ്ലോക്കിലൊക്കെ വീണില്ലെങ്കിൽ എന്താ രസം. അതെ, ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മള് ബൈപ്പാസ് വഴി ഇറങ്ങി വന്ന് നമ്മള് അതെ കൃത്യമായിട്ട് അത്രേ ഉള്ളു. പള്ളിയിൽ നേരെ ഇറങ്ങി കറക്റ്റ് ബ്ലോക്കിൽ പോയി വീട്. അതെ, പാട്ട് പാടണോ നീ? ഓടാ. പണ്ട് മറ്റേ കറണ്ട് പോകുമ്പം കറണ്ട് വരുന്നവരെ പാട്ട് പാടുന്ന പോലെ മറ്റേ കല്യാണിയുടെ പാട്ട് പാടുക. സുന്ദരി പെണ്ണേ നിന്റെ ചങ്കിലെത്തിയേ നിന്റെ മിണ്ടാതിരിയടാ.
Thank God it's the weekend. Thank God it's the weekend. ഗൈസ് ഇതാണ് പഴയ മുപ്പാലം, ഇപ്പോൾ നാൽപ്പാലാക്കി വെച്ചിരിക്കുകയാണ്. അതെ. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് നോക്കിയിട്ട് രക്ഷയില്ല, മൊത്തം തിരക്കാം. ഗൈസ് ഇതാണ് ഗൈസ് യൂട്യൂബിൽ നിന്ന് റിട്ടയർഡായ സഞ്ജു ടെക്കിയുടെ വീട്. എന്താണ് റിട്ടയർഡ് ആയി കഴിയുമ്പോൾ പെൻഷൻ കിട്ടുമോ? റിട്ടയർഡ് ആയി കഴിയുമ്പോൾ പെൻഷൻ കിട്ടും. യൂട്യൂബിൽ നിന്ന് പെൻഷൻ കിട്ടുമോ? യൂട്യൂബിൽ നിന്ന് പെൻഷൻ കിട്ടും. തന്നെ കാണുന്നില്ലടാ. ഫ്ലാഷ് അടിക്ക്. ഗേൾ ഫ്രണ്ടും ഇല്ല, ഫ്ലാഷും ഇല്ല. ഇന്നലെ എന്ത് പറ്റിയായിരുന്നു? ഇന്നലെ വരാൻ പറ്റിയില്ലായിരുന്നു. ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നിൽക്കുകയാണ് ഗൈസ്. ഉണ്ടോ? അടിപൊളി ബീച്ചിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ച് ബീച്ചിലേക്ക് വരാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ വണ്ടി കാറൊക്കെ ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ നേരെ തിരിച്ചു പോയായിരുന്നു. അപ്പോൾ പിന്നെ മമ്മിയും കൂടെ ഉണ്ടായിരുന്ന കാരണം നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്നലത്തെ പ്രോഗ്രാം ഇന്നലെ ക്ലോസ് ചെയ്തായിരുന്നു. വീണ്ടും ഇന്ന് അല്ലേ, ഇന്ന് നമ്മൾ ഇന്ന് 27-ാം തീയതി വീണ്ടും ഞാൻ ജെയ്സുമായിട്ട് ബീച്ച് ഫെസ്റ്റിൽ വന്നിരിക്കുകയാണ്. ഒരു ആലപ്പുഴക്കാരനായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഇതൊക്കെ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറുന്നതല്ല, ഇതിനകത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം അല്ലേ. ക്യൂ ഒക്കെ നിന്ന് കയറി വരുമ്പോൾ അവിടെ കുഴയും. എൻ്റെ അഭിപ്രായം തോന്നുന്നു. എൻ്റെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇത് കണ്ടില്ല, അത് നോക്കിയാൽ അവിടെ വരെ ക്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് കയറാൻ പാടാണ്. നോക്കിയാ ക്യൂയിൽ നിന്ന് കയറാനായിട്ട് താല്പര്യമില്ലല്ലേ? ആ ക്യൂ ഭയങ്കര ആളാണ്. നമ്മൾ ബിവറേജിൽ നല്ല രസമുണ്ട്, പക്ഷെ ക്യൂ നിൽക്കാനായിട്ടൊരു ചെറിയ മടിയുള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കയറും, ചിലപ്പോൾ കയറത്തില്ല. ബിവറേജിൽ പോലും നമ്മൾ ക്യൂ നിൽക്കാറില്ല. ഇത്ര അങ്ങനെ ക്യൂ നിൽക്കാറില്ല, ഞങ്ങൾ പ്രീമിയത്തിൽ എടുക്കാറുണ്ട്. നീ ഇതിനകത്ത് വല്ല കയറിയിട്ടുണ്ട്? ഞാൻ കയറിയിട്ടില്ല, ഒന്നിനും കയറിയിട്ടില്ല. മറ്റേ മരണക്കിണറിനകത്ത് കയറിയിട്ടുണ്ടോ? അതിനകത്ത് കയറിയിട്ടില്ല. നമ്മൾ അവസാനം ഇന്ന് നമുക്ക് കയറിയാൽ ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയില്ല, അപ്പൊ ഈ പ്രാവശ്യം വേണേ കയറാം. പക്ഷെ ഇത് നോക്കട്ടെ, ഇത് കയറാൻ പറ്റുമോ നോക്കാം. ഇത് മാത്രമല്ലല്ലോ, വേറൊരു പമ്പരം ഉണ്ടായിരുന്നല്ലോ, ഇത് അപ്പുറത്താണ് കഴിച്ചത്. കണ്ടില്ലേ, വേറൊരു ജോയിന്റ് വീല്, ഇവിടെ വേറൊരു ചരിഞ്ഞിറങ്ങുന്ന ജോയിന്റ് വീല്, അപ്പുറത്ത് ഒരു വലിയ അങ്ങനെയല്ല, ഒരു ചെറിയ വീലാണ്. അല്ലേ, ചെറിയ വീല് അല്ലേ. പക്ഷെ ചെറിയ വീലിൽ പോലും നമുക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താ എനിക്കത് ക്യൂ നിൽക്കാൻ മേലില്ല. പോയിട്ട് വരാം. അങ്ങോട്ട് പോകല്ലേ. കണ്ടില്ലേ, ക്യൂ ആണ്, അതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റാത്തത്. കണ്ടില്ലേ, അറ്റം വരെ ക്യൂ ആണ് അല്ലേ. ഇതാണ് പ്രശ്നം. നോക്കി ക്യൂ. അതെ, ഈ ക്യൂവിനകത്തൊക്കെ ഇന്ന് അവിടെ നമ്മൾ കുഴഞ്ഞ് അവശതയായിട്ട് പിന്നെ മേളിൽ കയറിയിട്ട് കാര്യമുണ്ടല്ലേ? ഇല്ല, നോക്കട്ടെ, നമുക്ക് പറ്റുമോ കയറാല്ലേ. ക്യൂ നിൽക്കാം. ടിക്കറ്റ് കൗണ്ടർ അവിടെ ആയിരിക്കും, ഇത് അപ്പുറത്താണെന്നോ. നമുക്ക് എടുക്കാമല്ലേ, നോക്കാമല്ലോ. ഒന്ന് മേലോട്ട് പോയിട്ട് ഒന്നൊരു കണ്ടിട്ട് കയറാം. ഓക്കെ. നമ്മളെ സ്ഥിരമായിട്ട് വന്ന് കണ്ടേച്ചു പോകുന്ന ഒരു പരിപാടി ഇതിനകത്ത് കയറത്തില്ല. ഇതുപോലെ ഇങ്ങനെ വന്ന് ഈ ക്യൂ ഒക്കെ ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടേച്ചു. അവർ ക്യൂവിൽ നിന്ന് അത് കയറി അങ്ങോട്ട് ഇങ്ങോട്ട് ആടി വെച്ച് പോകുന്ന മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അതെ, ഇന്ന് എന്തായാലും നമ്മൾ കയറും. ഇന്ന് ഏതെങ്കിലും ഒന്നിൽ കയറിയാൽ മതി. ഇതിൽ കയറണമെന്നൊന്നും ഇല്ല, ഇതിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര ആള് അല്ലേ. ഇത്രേ ആൾക്കാർ ഇന്ന് കയറുവാണെങ്കിൽ പിന്നെ നമുക്ക് കയറിയാൽ എന്താ കുഴപ്പം? കൊള്ളാല്ലേ, ഇത് ഓടുന്നതാണ്. ഇവിടെ വള്ളത്തെ കയറാൻ വേണ്ടി പേടിയാന്ന് പറയുന്നത്. നമ്മുടെ ഇതൊക്കെ എപ്പോഴാ താഴെ വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ലെന്നൊക്കെ ഈശോ. അത് കുറച്ച് സീനാണ്, അതുകൊണ്ട് നമ്മള് എന്ത് സീന, എത്ര ആൾക്കാർ കയറുന്നില്ല, പിന്നെ എന്താ കുഴപ്പം? അത് കുഴപ്പമില്ല, എന്നാലും അത് കുറച്ച് സീനായ സ്ഥിതിക്ക് നമ്മള്. എടാ, എനിക്കൊക്കെ വയസ്സും പ്രായമൊക്കെ ആയി വരുമോ? ഞാനിനിയിപ്പോൾ അടുത്ത മറ്റേ ക്രിസ്മസിനൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അല്ല, വേണേ കയറാം, ജെയ്സിന് പേടി.
എനിക്ക് പേടിയൊന്നുമില്ല, പോടോ. ഇതിന് പേടിയുണ്ട്. ജെയ്സ് പറയുന്നതൊക്കെ എപ്പോഴാണ് ഉരുണ്ട് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയും. ഇതിൽ കയറാം, അല്ല നമുക്ക് മരണക്കിണറിൽ കയറാം. അപ്പോൾ ഗൈസ്, ജെയ്സ് ഇപ്പോൾ വന്നിട്ടും പോയിട്ട് ഇപ്പോൾ ഇവിടെ ബീച്ച് ബസ്സിന് വന്നിട്ട് ഇവരിപ്പോൾ ഒരു സാധനത്തിനകത്ത് കയറണം എന്നാണ് പറയുന്നത്. ഇവർ മറ്റേ ജൈൻറ്റ് വീല് മറ്റേ വള്ളത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ അതൊക്കെ ഉരുണ്ട് താഴെ വീഴുമെന്ന് പറയുന്നത്. ജെയ്സ് ഇപ്പോൾ പറയുന്ന അവരിപ്പോൾ വളയെറിയണം. വളയത് ഇവിടെയാണ്. ബിസ്ക്കറ്റ് മേടിക്കാനാണ്. എങ്കിൽ അങ്ങോട്ട് പോകല്ലേ? അപ്പോൾ നമുക്ക് നേരെ വളയെറിയാം അല്ലേ? ഓക്കെ ഓക്കെ. കേട്ടോ, ഞാൻ നിന്നെ കാണിച്ചു. നീ മറ്റേ ഈ ബീച്ച് ബസ്സിന് വന്നിട്ട് വളയെറിയാൻ പോവാണ്. നമ്മള് വളയെറിയാൻ പോകും. വളയെറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വളയെറിയുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗിൽ കാണിച്ചാണ്. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ജോസാപ്പി എറിഞ്ഞ ഒരു ബക്കറ്റ് വേറെ സ്ഥലത്തൊക്കെ കൊണ്ടിട്ടായിരുന്നു. വളയെറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 20 രൂപയുടെ ബിസ്ക്കറ്റ് 500 രൂപ. അല്ല, നമ്മളൊരു ഫണ്ണല്ല, നമുക്ക് കുറച്ച് നമ്മളൊരു കളിയുടെ ഇതിലെടുക്കുക. നമുക്ക് കളിയാ അങ്ങനെ ആ സംഭവമല്ല, നമ്മൾ ആ ഒരു ചെയ്യുന്നതിലെടുക്കുക. നമുക്ക് രസമുണ്ട്. ഓക്കെ, 1 മണിയാ. അപ്പോൾ നമുക്ക് വളയെറിഞ്ഞു പോകാം. വളയെറിയാം. കേട്ടോ ഞാൻ അങ്ങോട്ട് അവിടെ പോകണം. അവിടെയാണോ? ജെയ്സ് വളയെറിയാൻ പോവാണേ. എടാ, വളയെറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുവാടാ. എന്തോ കിട്ടും? ബിസ്ക്കറ്റാണോ? ഏതിന്റെ? ഹോർലിക്സാ? എടാ, പൈസ വേണ്ടേ? വേഴ്സിന്ന് പൈസ എടുക്കും. എറിയട പൈസ കിട്ടിയില്ല. പൈസ എന്ത്? നീ എറിയെന്ന് എല്ലാ കാര്യമാണ്. നീ എറിയ വേഴ്സ് എടുക്കും. ജെയ്സ്, അപ്പോൾ ജെയ്സ് വളയെറിയ നമുക്ക് കാണാം. ജെയ്സ് 100. എടാ, ഒരു പകുതി എനിക്ക് തരണേ, മൊത്തം എറിഞ്ഞ് കളയരുത്. 100 രൂപ എടുത്തിരിക്കുകയാണ്. നീ എത്ര? 20 രൂപയുടെ ബിസ്ക്കറ്റാ. 20 രൂപയുടെ ബിസ്ക്കറ്റ് ജെയ്സാപ്പി 100 രൂപയ്ക്ക് 100 രൂപ എടുത്ത് കിട്ടുമോ? ഇത് കുറച്ചേ ഉള്ളല്ലോ. അത് എത്രയാന്ന് ചോദിച്ചേ? ചേച്ചി ഒരു സെറ്റ് എത്രയാണ് ചേച്ചി? 50 രൂപയ്ക്ക് എത്രയാണ്? 50 രൂപ. അങ്ങോട്ട് കൊടുക്ക്. കൊടുക്കാൻ എന്തോ ഒരു താമസം. എറിയട പൈസ എറി. പൈസയും തേങ്ങയൊന്നും അല്ലത്. അതെന്തോടെ വെച്ചിരിക്കുന്നത്? വീഡിയോ എടുക്കുന്നുണ്ട്. എടാ, ചേട്ടന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കാനല്ല പറയാം, അതാ താഴത്തേക്ക് എറി. കിട്ടിയ? എന്തായി? എത്രണ്ണം എറിഞ്ഞു? ഇനി എത്രണ്ണം ഉണ്ട്? ഒരു സെറ്റ് കൂടെ അതെ, അറിഞ്ഞു നോക്കാം. ജെയ്സാപ്പി കിട്ടിയില്ല. ജോസാപ്പി അറിയുന്നതായിരിക്കും. എറി. പൈസ എറി. പൈസ ഒരു കെട്ടത്ര? 20 രൂപ ഉള്ളത്. എടാ, ഇല്ല ബിസ്ക്കറ്റ് എറി. പൈസ ഇല്ലെന്ന് തോന്നുന്നു. പോയി ഗൈസ്, 100 രൂപ. 100 രൂപ കത്തം. 100 രൂപയുടെ പോവുകയും ചെയ്ത്. അതെ, 100 രൂപയുടെ ബിസ്ക്കറ്റ് കിട്ടിയതില്ല. എറിയണം. വേണ്ട മതി. നമ്മളൊരു 500 രൂപയ്ക്കെങ്കിലും എറിയണമെന്നുള്ളതാണ്. ഞാൻ നേട്ടാ ബിസ്ക്കറ്റ് മേടിക്കാം. അതെ, 500 രൂപയ്ക്ക് മേടിക്കണം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അടുത്ത് നോക്കാലോ. വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പമ്പരം അല്ലേ? പമ്പരം ജയന്റ് വീലാണോ അതോ ചെറിയ വീലാണോ? ജയന്റ് വീലൊന്നും അല്ല, ഇതൊരു കുഞ്ഞാപ്പി വീലാണ്. അതെ, ചെറിയ വീല്. ഇതിൽ കയറാൻ പോകണോ? കയറണാണോ ഇതിനകത്ത്? കയറിയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതെ, ഭയങ്കര ക്യൂല് നിൽക്കുന്ന കാര്യം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ബിവറേജ് ക്യൂ നിന്ന് സാധനം പഠിക്കുന്നു. പക്ഷേ ഇപ്പോഴേ പഴയ പോലെ എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ പേഴ്സണലി എനിക്ക് ഇതിനകത്തൊന്നും ഇപ്പോൾ അങ്ങോട്ട് കയറണമെന്ന് വലിയൊരു താല്പര്യം എനിക്ക് തോന്നുന്നില്ല. എന്താ? അതിന് പ്രായമായതുകൊണ്ടാണ് ഇത്. അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ എന്താ ഒരു വലിയൊരു താല്പര്യം തോന്നില്ല. എടാ, നീ ഇല്ല നിൽക്കുന്നതാണ് മറ്റേ സാധനം. നമ്മുടെ മറ്റേ അത് കണ്ടില്ലല്ലോ. ഏതാ? അല്ല, സ്കൈ ഡൈനിങ്. അതാണോ? ഒരു സ്കൈ ഡൈനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എടാ, ഇതിനകത്തൊക്കെ കയറാണോ പൈസ? വാടാ, എത്ര രൂപയാവും? ഇവിടെ കയറുന്നതിന് എത്രയാണെന്ന് അറിയത്തില്ല. നോക്കാം. നോക്കി പോയിട്ട് വല്ല കാര്യമുണ്ട്? ഇതിനകത്ത് കയറണോ? ഇതിലാ മറ്റേ കൊച്ചു പിള്ളേർ കളിക്കുന്ന സാധനം.
കൂട്ടത്തിൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. കൊച്ചു പിള്ളേരാന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ചേട്ടൻ കയറി ഇരിപ്പുള്ളൂ അതിൻ്റെ ഇടയ്ക്ക്. എവിടെ ഇരിക്കുന്നവരെല്ലാം പ്രായമുള്ള ആൾക്കാരാണ്. ഞാൻ ആദ്യമൊക്കെ പിള്ളേരാണെന്ന് പറഞ്ഞു. അത്ര ഇതൊന്നും ഇല്ല അല്ലേ? അങ്ങനെയാണ് ഒരു പണിയാണ്. പോയേക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരെ ഇവിടെ ബീച്ച് ഫെസ്റ്റൊക്കെ വന്ന് കണ്ടു. ഒന്നിനും കയറിയൊന്നും ഇല്ല. അതെ. അപ്പോൾ ജെയ്സിന് എന്തോ ഒരു 4 വയസ്സിന് പേടി. എന്ത് പേടി? ഇതിനൊക്കെ പൊട്ടി ഉരുണ്ട് താഴെ വീഴുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പേടിയാണ്. കാരണം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. നമ്മുടെ വീഡിയോ ഇന്നലത്തെ കണ്ടിന്യൂഷൻ അല്ലായിരുന്നു റൈസൻ. ഇന്നലത്തെ നമ്മൾ പള്ളിയിൽ പോയി. അപ്പോൾ ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്ന് നേരെ ഞാനും ജെയ്സും കൂടി ബീച്ചിൽ വന്നു. അതെ. എല്ലാം കണ്ടു. ഉള്ള കുഴപ്പമൊന്നുമില്ല. ഊന്നിക്കാൻ കഴിയാത്തോണ്ട് കയറുന്നില്ല ദിവസമല്ലേ? എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ റൈസൻ? അതെ അതെ, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീഡിയോയിലോട്ടാ താൻ എന്താ കാണിക്കുന്നത്? വീഡിയോയിലോട്ടല്ല, അപ്പോൾ ഇനിയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവര് നമ്മൾ വരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞല്ല? അതെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലേ സർ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മേരി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞു, മേരി ക്രിസ്മസ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ അല്ലേ? എല്ലാവരും അടിച്ചു പൊളിക്കും. അപ്പോൾ എല്ലാവരും ബീച്ചിലേക്കൊക്കെ പോകാം അല്ലേ? പിള്ളേരൊക്കെ ഉള്ളവരെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു. ബീച്ച് ഫെസ്റ്റ് ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്, ആൾക്കാരുണ്ട്, ജയന്റ് വീലുണ്ട്. ജയന്റ് വീലല്ലേ, ചെറിയ വീലാണ്. എനിക്കത് പിള്ളേരെ കുറച്ചുകൂടി ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന തോന്നുന്നു അല്ലേ? പിള്ളേരെ എൻജോയ് ചെയ്യുന്നു. പിള്ളേരും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ പിള്ളേരുടെ മനസ്സുള്ള പ്രായമുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്നു അല്ലേ? നമ്മൾ മനസ്സൊരിക്കലും പ്രായമാകരുതെന്നുള്ളതാണ്. മനസ്സും ശരീരം പ്രായമാകരുത്. അതെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മൾ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഓക്കെ ബൈ. ഓക്കെ ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഫ്രണ്ടിൽ കയറിയാൽ മതി. പോട്ടെ. അവിടെ ബജ്ജി മേടിക്കാനായിട്ടിരിക്കുന്ന ജോസാപ്പി. മുമ്പ് സ്ഥിരം മേടിച്ച് കഴിക്കുന്നതായിരുന്നല്ലേടാ കോളിഫ്ലവർ? ഇപ്പോൾ കുറേ നാളെ കഴിച്ചിട്ട്. നമ്മുടെ സഞ്ജു ടെക്കിയൊക്കെ ആയിട്ട് വരുമ്പോൾ കഴിക്കുമായിരുന്നു. സഞ്ജു ടെക്കിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സഞ്ജു ടെക്കി അതാരെ? സഞ്ജു ടെക്കിനെ അറിയത്തില്ലേ? അത് സഞ്ജു ടെക്കി നമ്മുടെ മറ്റേ റിട്ടയർഡ് ആയിട്ടുള്ള അതെ അതെ, ആ പുള്ളിക്കാരൻ അതല്ലേ? ആളല്ലേ? നമ്മുടെ ചങ്കല്ലായിരുന്നു. ചൂട് വേണം. പക്ഷേ ഈ മുംബൈമാർ ഈ സാധനം ഇങ്ങനെ ഒരു ഹാഫ് ഫ്രൈ ഇങ്ങനെ ഒരു ഇല്ലേ, ഹാഫ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വയ്ക്കും. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മറ്റേ എണ്ണയിലിട്ട് വറുത്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് തണുത്ത് പോയി. വേണ്ട, ചൂടോടുകൂടി കഴിക്കണം, അപ്പോൾ ടേസ്റ്റ്. ചെറുതായിട്ട് തണുത്തല്ലേ? അപ്പോൾ തിന്നിട്ട് വരാം അല്ലേ? ഓക്കെ. വീട്ടിലോട്ട് പോകുമായിരുന്നു. അതിന് മുമ്പായിട്ടൊന്ന് വയറ് ഒന്ന് ഫുള്ളാക്കണമെന്ന് പറഞ്ഞു ജോസാപ്പി. അതുകൊണ്ട് പുതുക്കാനായിട്ടൊരു കോളിഫ്ലവർ മേടിച്ചത്. അതെ. അപ്പോൾ ഓക്കെ ബൈ. അവിടെ DJ എണ്ണൊക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് DJ എവിടെ? അവിടെ DJ നടക്കുന്നുണ്ട്. അപ്പോൾ ശരി. അപ്പോൾ ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ. How many fans of trap music in the house?
Malayalam is a palindrome case study. Think of what it could be.